പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആറ്റുകാൽ പൊങ്കാലയാണ് ഇന്ന്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോയ വിശേഷമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നമ്മൾ ആദ്യം മണ്ടപ്പുറ്റിന് മാവ് കുഴക്കുകയാണ്. മണ്ടപ്പുറ്റിന് മാവ് തേങ്ങ വേണം, മാവ്, ശർക്കര, നെയ്യ് എല്ലാം കൂടെ ചേർത്ത് കുഴച്ച് ഉണ്ട ഉരുട്ടി വെക്കണം. തിരളിക്ക് മാവ് കുഴയ്ക്കുന്നതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറെ വർഷം കൊണ്ട് ആ സ്ഥലത്താണ് പൊങ്കാല ഇടാൻ പോകുന്നത്. അവിടെ നല്ല തിരക്കുണ്ട്. തിരക്കാണെങ്കിലും ഫസ്റ്റ് നമ്മൾ ചെന്ന ഉടനെ തന്നെ കുറെ സമയം കഴിഞ്ഞതിന് ശേഷമാണ് മാവൊക്കെ കുഴച്ച് എല്ലാ ഇലകളിലൊക്കെ വെച്ച് റെഡിയാക്കും. അടുത്തായി നമ്മൾ ഉണ്ടാക്കുന്ന തെരളിയാണ്. അത് ഇതുപോലെ തന്നെ തെരളിക്ക് പയർ ചേർക്കൂല എന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. പിന്നെ ഇലയിൽ കോട്ടി വെച്ച് ഈർക്കിയിൽ കൊരുത്ത് അത് ശരിയാക്കി വെക്കും. പിന്നെ പായസവും പൊങ്കാലല്ലേ. മണ്ടപ്പുറ്റിന് എല്ലാം നമ്മൾ കുഴച്ച് റെഡിയാക്കി വെച്ച് അത് കഴിഞ്ഞ് തെരളിക്കും റെഡിയാക്കി എല്ലാം പാത്രങ്ങളിലാക്കി അടച്ചു വെക്കും. അടുപ്പ് കത്തിക്കുന്നത് വരെ ഇനി കാത്തിരിപ്പ് മാത്രമാണ്. പിന്നെ അടുത്ത് നമ്മൾ പൊങ്കാലയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ട് അടുത്ത് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ തൊഴാൻ പോയ രംഗമാണ്. ക്ഷേത്രം കാന്തല്ലൂർ വല്യശാല കാന്തല്ലൂർ മഹാദേവ ക്ഷേത്രമാണ്. ചേച്ചിയും ഞാനും അമ്മയും കൂടെയാണ് തൊഴാൻ പോയത്. അവിടെ ക്ഷേത്രത്തിനകത്തും ഇഷ്ടം പോലെ പൊങ്കാലയുണ്ട്. അവിടെ തൊഴുത് ഇറങ്ങിയതിന് ശേഷമാണ് കൃത്യം 10:15 തന്നെ അടുപ്പിൽ തീ കത്തിച്ചതിന് ശേഷം പൊങ്കാലയ്ക്ക് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. എല്ലായിടവും തീ കൊണ്ട് ഭയങ്കര കാറ്റായിരുന്നു. വെയിലൊന്നും ഇല്ലായിരുന്നു നമ്മൾ ഇരുന്ന സ്ഥലത്ത്. അതുകൊണ്ട് വേറെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അടുത്തൊക്കെ നല്ല വെയിലായിരുന്നു. വീഡിയോയിൽ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്, അതിന്റെ തെറ്റുകുറ്റങ്ങളൊക്കെ കാര്യം. പക്ഷെ അവിടെ നമ്മൾ ഇരുന്നതിന്റെ സ്ഥലത്തുള്ള ആൾക്കാരെല്ലാം ശരിക്കും ആഹാരങ്ങളൊക്കെ കൊടുക്കുന്നു. അരി ഇടാൻ പോകുകയാണ്. അരി ഇട്ടപ്പോ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നീടാണ് അരി തിളച്ചതിന് ശേഷമാണ് നമ്മൾ വീഡിയോ എടുത്തത്. മുമ്പ് എടുക്കാൻ അതായത് ഫോണൊന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു. ചൂടും വെയിലും കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ആ വീഡിയോ എടുക്കുന്നത്. അടുത്ത് നമ്മൾ ശർക്കര ഇടുകയാണ്. ശർക്കര ഇട്ടിട്ട് തേങ്ങയിട്ട് നെയ്യ് ഒഴിച്ച് അതിന് കിണ്ടി നല്ല റെഡിയാക്കി എടുക്കും. എന്റെ കൂടെ ചേച്ചിയും അമ്മയും അനിയത്തിയും അവർ മക്കളും എന്റെ മോനും കൂടെയാണ് നമ്മൾ ഒരുമിച്ച്.
അന്നദാനം വാങ്ങിക്കാൻ പോയതാണ് നമ്മൾ. അവിടെ ഒരുപാട് സംഘടനയിലുള്ള ആൾക്കാർ അന്നദാനം കൊടുക്കുന്നുണ്ട്. അതിൽ എല്ലാം കുറെ ചേച്ചിമാർ നിന്ന് എല്ലാം വിളമ്പി കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മളും അവിടെ നിന്ന് തന്നെ വാങ്ങി കഴിച്ചത്. ചേച്ചി എല്ലാവർക്കും അവിടെ നിന്ന് ഇഷ്ടം പോലെ ആൾക്കാർ ക്യൂ നിന്ന് വാങ്ങുന്നുണ്ട്. പക്ഷെ ഭയങ്കര വെയിലായിരുന്നു, അതേ ഉള്ളൂ പ്രശ്നം. ആറ്റുകാലമ്മയുടെ പൊങ്കാലയുടെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉടനീളം കണ്ടത്. കിടിലൻ കാഴ്ചകൾ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോ നല്ല കാഴ്ചകളും വിശേഷങ്ങളും തന്നെയാണ് ഈ വീഡിയോയിൽ ഉടനീളം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം തന്നെയാണ്. അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്തൊരു പുതിയ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ.